ആക്കാൻ ഒരു മാർഗമുണ്ട്. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. രഘുവീർ പട്ടി. പട്ടിയല്ല, ഭട്ടി. ഭട്ടി ഇവിടുത്തെ പഴയ കമ്മീഷണർ. അവർക്കൊക്കെ ഇപ്പോഴും എന്റെ കാര്യത്തിൽ താല്പര്യമുണ്ട്. ഇവിടെ ഒരുത്തൻ ഉള്ളതും ഇല്ലാത്തതും എല്ലാം ഒരുപോലെയാ. അല്ല, ഞാനും വെച്ചിട്ടുണ്ട്. കൊറേ കാലമായി കേൾക്കാൻ തുടങ്ങിട്ട്. വെച്ചിട്ടുണ്ട്. പിന്നെ അത്താഴ ശീവേലി തൊഴുതിട്ടേ ഞങ്ങൾ വരും. മലാടിന്ന് ഇവിടെ വരെ വരാൻ തന്നെ 1.5 മണിക്കൂറാവും. ഞങ്ങൾ വൈകും. നമ്പീശം കഴിച്ചിട്ട് കിടന്നോളൂ. എന്നെയും കാത്തിരിക്കണ്ട. എന്റെ കയ്യിൽ താക്കോല് വേറെ ഉണ്ട്. ആക്ച്വലി ഇപ്പൊ വയസ്സ് എത്രയായി? 4 ദിവസമാണ് വയസ്സ് ചോദിക്കുന്നു. ഒന്ന് ഞങ്ങൾക്ക്. ഹലോ എലീന, കാത്തിരുന്ന് മടുത്ത് ഞാനും ഫോൺ വരും എന്ന് പറഞ്ഞ് എത്ര നേരം കാത്തിരിക്കും. താടക വീരാളിപ്പട്ട് ചുറ്റി ഇപ്പോഴല്ലേ കെട്ടിയെടുത്തത്. ഇനി നാട് മുഴുവൻ തെണ്ടി തിരിഞ്ഞ് എത്തുമ്പോഴേക്കും രാത്രിയാവും. ഇങ്ങനെ നമ്പി ചേട്ടനെ ഒറ്റയ്ക്കൊന്ന് കിട്ടാൻ ഞാൻ എത്ര നാളെ ആഗ്രഹിക്കുന്നു അറിയോ. ഈ ഷെൽഫിൽ മുഴുവൻ ചേട്ടന്റെ ബുക്കുകളാ. നമ്പി ചേട്ടന്റെ ഓഫീസില്ലേ? ഇത്രയും വലിയ വീടുള്ളപ്പോ ഇനി എന്തിനോ ഓഫീസ്. അപ്പോ പ്രതികളുടെ ഫയലുകൾ മറ്റും ഒക്കെ ഇവിടെ തന്നെ ഉണ്ട്. എവരിതിങ് അണ്ടർ മൈ കൺട്രോൾ. I'm feeling very thirsty. കുടിക്കാൻ എന്താ തരുമോ? എന്താ വേണ്ടത്? കോള, പെപ്സി, ഫാൻറ്റ, ഫ്രൂട്ടി. ഫ്രഷ് ജ്യൂസ് ഒന്നുമില്ലേ? പിന്നെന്താ, ഫ്രഷ് ജ്യൂസ് ഉണ്ടാക്കി തരാം. only 5 minutes. എന്താ, എന്ത് പറ്റി? What happened? മുട്ടി ഇടിച്ച് വീണു. ഞാൻ വിചാരിച്ച താടകം ഒന്ന് കേൾക്കും. എവിടെ നോക്കട്ടെ. ഇപ്പൊ കൊണ്ടുവരാം. എന്താ ഒന്നുമില്ല. ജ്യൂസ് ഇപ്പൊ കൊണ്ടുവരാം. तुम पास आए यूं मुस्कुराए तुम जाने. ഇവിടെ ആർക്കായി ജ്യൂസ്? നിനക്ക്. എനിക്കോ? ആ പാട്ട കാറൊന്ന് മാറ്റാൻ പറഞ്ഞിട്ട് എത്ര കാലായി. വഴിക്കത് പഞ്ചറായി. ടയർ മാറ്റി, വീണ്ടും പഞ്ചറായി. ഇനി വീണ്ടും ടയർ മാറ്റി മലാട് വരെ എത്തുമ്പോഴേ അമ്പലവും പൊട്ടി 7 വർഷം കഴിഞ്ഞു. അതുകൊണ്ട് ഒരു ടാക്സി വിളിച്ച് ഞങ്ങൾ ഇഞ്ഞു പോന്നു. ആ വർക്ക്ഷോപ്പുകാരനോട് വണ്ടി നന്നാക്കി ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. എന്തിനാ വെറുതെ ചുമക്കുന്നത്? മരുന്നെടുത്ത് കഴിച്ചിട്ടേ. നമ്പീശത്തിന് ആരോട് സംസാരിക്കണേ? നിന്റെ അമ്മയോട്. അമ്മ പുറത്തിരിഞ്ഞ് നിൽക്കല്ലേ? നിന്റെ അമ്മയുടെ പുറകിലോട്ട് പോകുന്നു. അതൊന്നുമല്ല, നമ്പീശന്റെ വാതിൽ പുറകിൽ ആരോട് സംസാരിച്ചു. തോന്നിയതൊന്നുമല്ല, ഞാൻ കണ്ടതാ. ഞാനൊന്ന് നോക്കട്ടെ. ഞാൻ സമ്മതിക്കില്ല. എന്താ ഈ വീട്ടിൽ ഞാൻ പറഞ്ഞ ആർക്കും വിശ്വാസമില്ല. കടമല്ലേ പറയുള്ളൂ. ഞാൻ മാറിയില്ല. ഞാൻ മാറിയില്ല. ഞാൻ മാറിയില്ല. ആരാടി വാഴലിന്റെ പുറകില്? നിന്റെ വായനോ? എവിടെടി? നീ ആരടി കണ്ടത്? നിനക്ക് ആരെയാടി കാണണ്ട? പറയടി. സംസാരിക്കൊന്നും വേണ്ട. ഇവിടെ ആരാ വന്നിട്ടുണ്ട്? ആരാച്ചാര്? എനിക്കറിയാം. വീട്ടിൽ ആരാ വന്നിട്ടുണ്ട്? അവർക്ക് വേണ്ടിയാ താൻ ജ്യൂസ് ഉണ്ടാക്കി. കിണിക്കണ്ട. പുറത്തിട്ട് കാർ കിടപ്പുണ്ടല്ലോ. കാറൊന്നുമല്ല, കാറ്. തനിക്കിപ്പോ ചെടിയും കേട്ടുവിടാതായോ? ഇവിടെ ആര് വന്നതല്ലെന്നേ. ഇവിടെ വന്നതല്ലെങ്കിൽ ഇവിടത്തെ മുറ്റത്ത് എങ്ങനെയാ കാർ കിടക്കുന്നത്? സത്യം പറയണോ? ആർക്കാ ജ്യൂസ് ഉണ്ടാക്കിയത്? ജ്യൂസ് കുടിച്ചില്ല. ഞങ്ങളാണെങ്കിൽ ഇവിടെ ഇല്ല. പുറത്തൊരു കാർ കിടപ്പുണ്ട്. സത്യം പറഞ്ഞോണം. ഉരുണ്ട് കളിക്കേണ്ടത് ഞാൻ. നിന്റെ ജ്യൂസ് റെഡിയാ. ഗ്രേപ്പ് ജ്യൂസ് ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് ഓറഞ്ച് ജ്യൂസാണോ ഉണ്ടാക്കിയിരിക്കുന്നത്? അപ്പൊ കേട്ടോ നമ്പീശ, കേസിന്റെ പൊസിഷൻ ഇപ്പൊ ഇങ്ങനെയാണ്. വാദിയും പ്രതിയും ഒരേ മുറിയിലായതുകൊണ്ട് രക്ഷപ്പെടണമെങ്കിൽ ഒരു സാക്ഷി വേണം. പിന്നെ
ടോയ്ലറ്റിലെ ഫ്ലഷ് നന്നായിട്ട് വർക്ക് ചെയ്യുന്നില്ല, ആരെങ്കിലും വെച്ച് നന്നാക്കണം. നിങ്ങൾ ആരാ? ഇതാണോ ചേട്ടൻ നേരത്തെ ആ പറഞ്ഞ താടക? എപ്പോ നമ്പീശ എന്നെ താടകാന്ന് വിളിച്ചേ. ഞാൻ ഒരു നാടകത്തിന്റെ കാര്യം പറഞ്ഞതാ. അല്ല ചേട്ടാ, ചേട്ടൻ പറഞ്ഞില്ലേ ഈ വീട്ടിലൊരു താടക ഉണ്ടെന്ന്, അവരിവരാ? നമ്പീശ ആര്? അതെ, കേസിലെടുത്ത നാടക. ഏത് കേസ്? പൂച്ച കച്ചവടത്തിന്റെ അതെ, കേസാ? അതെ, പൂച്ച കച്ചവടം. അത് നഷ്ടമായിരുന്നില്ലേ? പൂച്ച നഷ്ടമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ കച്ചവടം തുടങ്ങിയപ്പോ ലാഭമായിരുന്നു. അപ്പൊ എന്തായിരുന്നു കേസ്? അത് കൊലപാതകം. പൂച്ച അച്ചാളെ കൊന്ന, പൂച്ച ആറിനെ കൊന്ന? അച്ചാളെ നിന്ന് പൂച്ച ചത്ത്. സൂപ്രണ്ട് സാർ എന്താ വളരെ